മിസ്റ്റർ പി വി അൻവർ, താങ്കളുടെ പോരാട്ടം മുഴുവൻ എം.ആർ. അജിത് കുമാർ വഴിവിട്ട് ഇടപെടലുകൾ പോലീസിൽ നടത്തുന്നു എന്നുള്ളതായിരുന്നു. DGP സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ DGP ആകാനുള്ള അദ്ദേഹത്തിന്റെ വഴിവിട്ട നീക്കവും താങ്കൾ പലകുറി പരാമർശിച്ചതാണ്. ഇപ്പോൾ അന്തിമ ചുരുക്കപ്പട്ടിക വന്നിരിക്കുന്നു. അന്ന് 3 പേരിൽ എം.ആർ. അജിത് കുമാർ ഇല്ല. ഇങ്ങനെ പ്രതികരിക്കുന്നു. അല്ല, തീർച്ചയായിട്ടും ഒരു പോരാട്ടത്തിന്റെ വിജയമായിട്ട് തന്നെ കാണുന്നത്. സ്വാഭാവികമായിട്ടും ഈ 3.5 കോടി ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് 30 വർഷം സർവീസില്ലാത്ത അനവധിയായ കേസുകൾ പെൻഡിങ്ങിൽ നിൽക്കുന്ന, ഇപ്പോൾ തന്നെ ഞാൻ കൊടുത്ത പരാതിയിൽ എന്താ പറയാ ട്രിവാൻഡ്രം വിജിലൻസ് കോടതിയിൽ കേസ് നടക്കുന്ന, 4 ദിവസം മുമ്പ് DGP കൊടുത്ത റിപ്പോർട്ടിൽ പൂരം കലക്കിയതിൽ അജിത് കുമാർ കുറ്റവാളിയാണ് എന്ന് കൃത്യമായ റിപ്പോർട്ടുകൾ നൽകി എല്ലാ നിലക്കും ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന അദ്ദേഹം ഒരു നൊട്ടോറിയസ് ക്രിമിനലാണ് എന്ന് പറയുന്ന ആ അവസ്ഥയിൽ അദ്ദേഹത്തെ റെക്കമെൻഡ് ചെയ്യുകയാണ്. നിരന്തരമായിട്ട് UPSCക്ക് ഈ കാര്യങ്ങൾ കാണിച്ച് ഞാൻ ലെറ്റർ അയച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും അവസാനം അതിന്റെ ഒരു വിജയമുണ്ടായി, സത്യത്തിന്റെ ഒരു വിജയമുണ്ടായി എന്ന് പ്രതീക്ഷിക്കുന്നു. UPSCയുടെ ഇടപെടൽ മൂലമാണോ അദ്ദേഹത്തെ ഒഴിവാക്കിയത്, അതോ ഇക്കണ്ട ആരോപണങ്ങളും വിമർശനങ്ങളൊക്കെ ഉയർന്നപ്പോ വേണ്ട എന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ആവശ്യം ഉണ്ടായിട്ടുണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. സംസ്ഥാന സർക്കാർ ഈ 19-ാം തീയതി പോലും എന്താ ഇതിന് വേണ്ടിയിട്ട് ഇടപെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 19-ാം തീയതി പോലും പിണറായി വിജയന്റെ പാർട്ട്ണറെ അദ്ദേഹം ഒഴിവാക്കുവോ? എന്തിനാണ് ഈ കെട്ടിപ്പിടുത്തം? ഇതാണല്ലോ ജനങ്ങളോട് പറയേണ്ടത്. ഈ പറയുന്ന കാറ്റഗറിയിലെ പാരാമീറ്റേഴ്സ് ഒന്നുമില്ലാത്ത, എന്നാൽ ഒരുപാട് നെഗറ്റീവ്സ് ഇല്ല, ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു IPS കാരനെ തന്നെ DGP ആക്കണം എന്നത് എന്തിനാണ് പിണറായിയുടെ വാശി? എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം? ഇതായിരുന്നല്ലേ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരുന്നത്. അത് തന്നെയല്ലേ ഇപ്പൊ സംഭവിച്ചത്. UPSCക്ക് കാര്യം മനസ്സിലായി. ഈ രാജ്യത്തൊരു നിയമവ്യവസ്ഥയുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് UPSCയുടെ ഈ തീരുമാനം. അതിന് UPSCയെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. ഇപ്പോൾ സ്ഥാനക്കയറ്റം ലഭിക്കാത്ത സ്ഥിതിക്ക് ആ പൂരം കലക്കൽ ഉൾപ്പെടെയുള്ള കേസുകൾ ഇപ്പോഴും പാതി വഴിയിലാണ്. അതിലൊന്നും അന്തിമ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. ഇനിയെങ്കിലും ആ കേസുകളിലൊക്കെ ഒരു കാര്യക്ഷമമായ ആത്മാർത്ഥമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ താങ്കൾ? ഒരിക്കലില്ല. പിണറായി ഇരിക്കുന്നിടത്തോളം കാലം നടക്കില്ല. പിണറായി പോയാലും ഈ കേസൊക്കെ അവിടെ നിൽക്കുമല്ലോ. ഞാൻ അതിന്റെ പരാതിക്കാരനാണ്. ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഈ റിപ്പോർട്ട് കൊടുത്തത്. ആ റിപ്പോർട്ടിനൊരു കോപ്പി പരാതിക്കാരന് നൽകണ്ടേ? നിരവധിയായ കത്ത് ഞാൻ കൊടുത്തു. ഇനിയിപ്പോ ആ പരാതിയുടെ കോപ്പി കിട്ടാൻ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ഞാൻ. ഇതിനൊക്കെ ഇലക്ഷൻ വന്നത്. അപ്പോ അത് കോടതിയെ സമീപിച്ച് ആ കോപ്പി വാങ്ങിച്ച് വേണം ഹൈക്കോടതിയെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അടുത്ത നിയമ പോരാട്ടത്തിലേക്ക് പോകാനുള്ളത്. അതിന് തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്.